ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സന്ത്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്കൊരു കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാവേ. അപ്പോൾ അളവ് മെഷർമെൻറ്റ് എടുക്കുവാണ്. അപ്പോൾ ഷോൾഡർ 10.5 ചെസ്റ്റ് 23, 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. വേസ്റ്റ് 21. അപ്പോൾ ഉടുപ്പിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 14. ആ 14 വന്നിടത്തെ വണ്ണം ഹിപ്പിൻ്റെ വണ്ണം 22 കേട്ടോ. ഇനി നമുക്ക് ആം ഹോൾ നോക്കാം. ആം ഹോൾ 12. നമ്മൾ സ്ലീവ്ലെസ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ പാൻറ്റിൻ്റെ ഹിപ്പ് വരുന്നത് 22. ഫുൾ ലെങ്ത്ത് വരുന്നത് 24. അപ്പോൾ നമുക്ക് താഴത്തെ അളവ് നമ്മൾ പാൻറ്റ് കയറ്റിയിടാനും ഇറക്കാനും ഈസി ആയിരിക്കും. ആ അളവെടുത്താൽ അവിടുത്തെ അളവ് 9. കുട്ടികൾ അടങ്ങിയിരിക്കത്തില്ല. പിന്നെ ഫ്രണ്ട് നെക്ക് വരുന്നത് 2, ബാക്ക് നെക്ക് 2.5. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എഴുതി വെച്ചത്. ടോപ്പ് ലെങ്ത്ത് 15. അപ്പോൾ എക്സ്ട്രാ 2 ഇട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതേപോലെ പാൻറ്റിന് ഇലാസ്റ്റിക്കിൻ്റെ അവിടെ 3 കൂട്ടിയിടണം. അതേപോലെ 3 കൂട്ടിയിട്ടാൽ നമുക്ക് 1 കിട്ടുന്നത്. അപ്പോൾ ആ 1 മൈനസ് ചെയ്താൽ 24 വീണ്ടും നമുക്ക് പാൻറ്റിന് വേണ്ടത്. 24ൻ്റെ കൂടെ 2 കൂടുതൽ ഇട്ടാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് പാൻറ്റിന് ഹിപ്പ് നമുക്ക് 22. അതിൻ്റെ കൂടെ എക്സ്ട്രാ 10 ഇട്ടാൽ 32. അപ്പോൾ ഇലാസ്റ്റിക് ഇടുന്നൊരു ആ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഉള്ളിൽ കിടന്ന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. എക്സ്ട്രാ 10 അതിനെ അപ്പോൾ 32 അതിനെ 4 തുണി 4 മടക്കി ഇടുമ്പോൾ 4 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 8 കിട്ടുന്നത്. 8ൻ്റെ കൂടെ ഒരു തയ്യൽ തുമ്പൊക്കെ കൂടി നമുക്ക് 9 എടുക്കാം കേട്ടോ. അപ്പോൾ തുണി 4 മടക്കി ഇട്ടിട്ടുണ്ട്. ആ തുണിയൊന്ന് ജസ്റ്റ് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുകയാണ്, ഒരു ഷേപ്പ് കൊടുക്കുകയാണ്. അത് ഏറെയും കുറഞ്ഞുമാണ് കിടക്കുന്നത്. അപ്പോൾ 9 മാർക്ക് ചെയ്തട്ടോ. താഴോട്ട് നമുക്ക് ഇലാസ്റ്റിക്കിന് വേണ്ടി 3 ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, ആ 3 മാർക്ക് ചെയ്തേ. ഇതേപോലെ അവിടുന്ന് ആ 3 മാർക്ക് ചെയ്തിടത്തുനിന്ന് താഴോട്ട് ഒരു 9.5 മാർക്ക് ചെയ്തേ. അവിടെയാണ് നമുക്ക് ഒരു വെട്ട് വരുന്ന ഭാഗം. അപ്പോൾ 9.5 മാർക്ക് ചെയ്തു. ആ 9.5 നമ്മൾ കൊടുക്കുന്നത് 10. 1 ഇഞ്ച് കൂട്ടിയിട്ട് കൊടുത്തു. 10. ആ 3-ന്ന് 10 ജോയിൻ ചെയ്തെടുക്കുവാണ്. ഇനി ആ 3-ന്ന് താഴോട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. 26 നമുക്ക് വേണ്ടത്. 26 മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് അവിടുത്തെ വിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ 9.5യുടെ പകുതി എത്ര? 4.5 തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ തയ്യൽ തുമ്പ് 2 ഇട്ട് കൊടുക്കാം. അതും ജോയിൻ ചെയ്തെടുത്തേ. ഇനി നമ്മൾ ആ 3-ന്ന് 9.5 വരച്ചെടുത്തില്ലേ, അവിടെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കുവാണ്. സ്ട്രൈറ്റ് അല്ലാതെ ഇതേപോലെ. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാവേ. ഇനി ടോപ്പിൻ്റെ കട്ടിങ് നോക്കാം. തുണി 4 മടക്കിയിട്ടിട്ടുണ്ട്. ഇത് ലൈനിങ് പീസാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്താൽ ഷോൾഡർ 5.5. താഴോട്ട് ആം ഹോളിന് 4 വരച്ചൊരു അവിടെ ചെസ്റ്റ് നമുക്ക് വരുന്നത് 6.25. തയ്യൽ തുമ്പും ഇട്ട് കൊടുത്തു. 9.5 വേസ്റ്റ് കൊടുക്കുന്നത്. വേസ്റ്റ് നമുക്ക് 5.25. അവിടെയും തയ്യൽ തുമ്പ് കൊടുത്തു. താഴോട്ട് നമുക്ക് 17 വേണ്ടത്. 17 മാർക്ക് ചെയ്തു. അവിടെ 6 വേണ്ടത്. അവിടെ തയ്യൽ തുമ്പിട്ടു. ഇതിനെല്ലാം ജോയിൻ ചെയ്തെടുത്തു കേട്ടോ. ആം ഹോള് വരച്ചു. പിന്നെ നമ്മൾ കഴുത്ത് വെട്ടുന്നത് 2.5. 2.5ന്ന് താഴോട്ട് ഒരു 1/2 ഇഞ്ച് സ്ലോപ്പും കൊടുത്തു. അപ്പോൾ ഞാൻ എപ്പോഴും അത് കൊടുക്കാറില്ല. ഞാൻ തയ്ക്കുമ്പോൾ സ്ലോപ്പിട്ടങ്ങ് തയ്ക്കാറേ ഉള്ളൂ. ഇപ്പോൾ
അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ആവണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനത് ചെയ്തത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് മാറ്റുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ടോപ്പ് തുണിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാവേ. സ്ലീവ് വെക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ, സ്ലീവ്ലെസ് ആണ്. അപ്പോൾ നമുക്ക് ആ മുകളിൽ കൊടുക്കാണ് കേട്ടോ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. 1.5 ഇഞ്ചിലാണ് ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നീളം നമുക്ക് 2 കൈക്കും വെക്കാൻ പറ്റുന്നത്ര ഏകദേശം നീളത്തിനങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദാ അതും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് നോക്കിയാലോ. അപ്പോൾ പാൻറ്റ് എടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്, രണ്ടാമതൊന്നുകൂടെ മടക്കി അടിച്ചു. ഇതാ പിന്നെ അതിനെ നമുക്ക് നല്ല ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് നമുക്ക് താഴെ വേണ്ടത് 4.5 അല്ലേ പാൻറ്റിന്. അപ്പോൾ 4.5 മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ ആ 9.5 മാർക്ക് ചെയ്തില്ലായിരുന്നു നമ്മൾ പാൻറ്റ് വെട്ടാൻ നേരം, അവിടോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ 2 പാൻറ്റും ചെയ്തെടുക്കാവേ. 2 പാൻറ്റും അടിച്ചെടുത്തിട്ട് ഇതേപോലെ ആ വെട്ട് വരുന്നിടത്ത് ഓപ്പോസിറ്റ് സൈഡ് ഫേസ് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റിച്ച് ഇട്ടെടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ പാൻറ്റ് നിവർത്തുമ്പോൾ ഈ ഒരു ഷേപ്പായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് അതിനെ ഒന്ന് കറക്റ്റ് ഷേപ്പാക്കി കൊടുക്കാം. ഏറെയും കുറഞ്ഞും വന്നിട്ടോ എൻ്റേത്. അപ്പോൾ ഇത് നമുക്ക് ഇലാസ്റ്റിക് വെക്കാനുള്ള ഭാഗത്ത് ആദ്യം ഒന്ന് മടക്കി അടിക്കാവേ. പിന്നെ അത് 1 ഇഞ്ച് വരുന്നിടത്തോളം മടക്കി ഒന്നുകൂടെ അടിക്കാം. കറക്കി അങ്ങ് അടിച്ചോ, ഒന്നും നോക്കണ്ട. ഇലാസ്റ്റിക് ഇടാം, ഒരു ഇച്ചിരി ഭാഗം വിട്ടിട്ട് അങ്ങ് ജോയിൻ ചെയ്തേരെ. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇലാസ്റ്റിക് ഇടുന്നത് 22 നമ്മുടെ ഹിപ്പ്. അപ്പോൾ 2-3 ഇഞ്ച് കുറച്ചിട്ടാൽ മതിയേ. അപ്പോൾ ഞാൻ എത്രയാണ് 19 ഇടുന്നത്, ഇട്ട് കൊടുക്കുന്നത്. 19 20 ഇട്ടാൽ മതി. ഇപ്പം ഞാൻ 19 ഇടുന്നത്, 3 ഇഞ്ച് കുറച്ച്. അപ്പോൾ അതാ ഇലാസ്റ്റിക് ഗ്യാപ്പുള്ള ഭാഗത്തുനിന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇലാസ്റ്റിക് ഇടുമ്പോൾ അകത്ത് കിടന്ന് വളയാതിരിക്കാൻ സൂക്ഷിക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു. ഇലാസ്റ്റിക് ഇട്ടപ്പോൾ കണ്ട ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ ഇട്ടത്. അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമുക്കൊന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഗ്യാപ്പുള്ള ഭാഗം കൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തേ. നമ്മുടെ പാൻറ്റ് റെഡിയായി. നമുക്ക് തിരിച്ചിട്ട് നോക്കിയാലോ. അപ്പോൾ ദാ കിട്ടില്ല പാൻറ്റ്. എനിക്ക് പാൻറ്റ് തയ്ക്കാനാണ് ഗൈസ് ഇഷ്ടം. കറക്റ്റ് 24 ഉണ്ട്. പാൻറ്റാകുമ്പോൾ പെട്ടെന്ന് പണി തീരും കേട്ടോ. ഇനി നമുക്ക് ഉടുപ്പിൻ്റെ നെക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ക്യാൻവാസിൽ നെക്ക് മാർക്ക് ചെയ്യുവാണ് 2.5 വിത്തിലും താഴോട്ട് 2 അല്ലായിരുന്നു നെക്ക്, 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 3 ലെങ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് റൗണ്ടിനങ്ങ് നെക്ക് വരയ്ക്കുന്നതേ ഉള്ളൂ. ബാക്കും അതേപോലെ, ബാക്ക് 2.5 അപ്പോൾ 1/2 ഇഞ്ച് കൂട്ടിയിട്ടിട്ടാണ് കേട്ടോ ഞാൻ നെക്ക് അടിക്കുന്നത്. കാരണം നമ്മൾ ഷോൾഡർ അടിച്ച് വരുമ്പോഴത്തേന് നെക്ക് ചെറുതായി പോവും, അതുകൊണ്ടാണ്. ഇതാ അതും കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് അടിക്കാമേ. ഫ്രണ്ട് നെക്കിൽ എനിക്കൊരു ലേസ് വർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നല്ല തുണി വെച്ചു, പിന്നെ ലൈനിങ് വെച്ചു. അതിൻ്റെ മുകളിലാണ് ഞാൻ ക്യാൻവാസ് വെച്ചിട്ട് കഴുത്തടിച്ചെടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ തിരിച്ചിടുമ്പോൾ ക്യാൻവാസ് അകത്ത് പോവും, ലൈനിങ് പുറത്തും, നല്ല ഭാഗം നമുക്ക് ഫ്രണ്ടിലുമായിട്ടാണ് കേട്ടോ കിട്ടാൻ പോകുന്നത്. അതാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ നെക്ക് അടിച്ചിട്ട് ഈ വെട്ട നെക്ക്
ഇതാ ഇനി ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് പതിച്ചടിച്ചിട്ട് തിരിക്കാം നമുക്ക്. ഇനി നെക്കിൻ്റെ സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാവേ. ഇതാ ഇനി ലൈനിങ്ങും മെയിൻ ക്ലോത്തൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്കും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ബാക്ക് നെക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കിലൊരു സിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഉള്ളിലോട്ട് ഫേസ് വരുന്ന രീതിയിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുവാണ്. എന്നിട്ട് ആ സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ ഞാൻ അതിനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ടാ നിവർത്തി വെച്ചിട്ട് നമ്മുടെ സിബ് നല്ല ഭാഗം അകത്ത് പോയിട്ടോ, ചീത്ത ഭാഗത്തിലാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ സിബ് നമുക്ക് ഈസി ആയിട്ട് വെച്ചെടുക്കാം. ഞാൻ എല്ലാ സിബും ഇങ്ങനെ ആട്ടോ എളുപ്പപ്പണിയേ ഞാൻ ചെയ്യാറുള്ളൂ ഗൈസ്. അതുകൊണ്ട് ഇങ്ങനെ ഈസി ആയിട്ട് സിബ് വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ പുറത്തൂടെ കാണുന്ന സ്റ്റിച്ചൊന്ന് അഴിച്ചു വിട്ടാൽ മാത്രം മതി. നമ്മുടെ സിബ് ഒരു 5 മിനിറ്റിനുള്ളിൽ സെറ്റാവും. അപ്പോൾ ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാവേ. ഇതാ ഷോൾഡർ ജോയിൻ ചെയ്യാതെ ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഒരു 2-3 സ്റ്റിച്ച് ഇട്ട് കൊടുത്തേക്കൂ, കാരണം അഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിനെ ഒന്ന് പതിച്ചടിക്കണം കേട്ടോ. ഇങ്ങനെ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ പതിച്ചടിച്ചേ പറ്റൂ, എന്നാലേ അതിൻ്റെ പെർഫെക്റ്റ് ലുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതിനെ റീമാർക്ക് ചെയ്തെടുക്കാം കേട്ടോ, കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട്. അപ്പോൾ താഴോട്ട് 4 മാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് ചെസ്റ്റ് വരുന്നത് 6.25, വേസ്റ്റ് 9.5, അവിടെ വരുന്നത് 5.25. താഴോട്ട് കറക്റ്റായിട്ട് അതിനെ ഒന്ന് ലെവലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അവിടെ വരുന്നത് 6. ഇതിനെല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ട് ആം ഹോളും ഒന്ന് എടുത്ത് വെട്ടുക. ഇനി നമുക്ക് അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി അടിക്കാവേ. അതും കംപ്ലീറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് ആം ഹോൾ മാത്രം ഒരു 1/2 ഇഞ്ച് എടുത്ത് വെട്ടാവേ. ഞാൻ ആം ഹോളൊന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ചില സമയത്ത് നമ്മൾ പൈപ്പിങ് വെക്കുമ്പോഴേ ആ പൈപ്പിങ് പിഞ്ച് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു വട്ടം മടക്കി അടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വട്ടവും മടക്കി ഫിനിഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി പൈപ്പിങ് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ പൈപ്പിങ്ങിന് വേണ്ടി നമ്മൾ വെട്ടിയെടുത്ത ക്രോസ് പീസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തെടുത്തിട്ട് അതിൻ്റെ 2 സൈഡും ഞാനൊന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ കറക്റ്റായിട്ട് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഭാഗം ഉൾവശത്തും ഒരു ഭാഗം പുറത്തുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മളിത് മാർക്ക് ചെയ്തെടുത്തില്ലേ, അത് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ജോയിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എത്ര തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണോ അത്രയും തയ്യൽ തുമ്പ് ഇട്ട് എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഫ്രണ്ട് ലേസ് വന്നിട്ട് ഞാൻ 2 ബട്ടൺസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഔട്ട്ലുക്ക് കണ്ടാലോ. അപ്പോൾ എല്ലാവരും ഈസി ആയിട്ട് കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പഠിച്ചല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.